ഹലോ എവ്രി വൺ, വെൽക്കം ടു മിക്സ് വ്ളോഗ്സ് ഫോർ യു ചാനൽ. ഇന്നുണ്ടല്ലോ ഒരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലാണ് പാവ് ഭാജി. കേട്ടിട്ടുണ്ടാവോ? നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര സ്പെഷ്യലായ ഒരു ഫുഡാണ്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് ഗ്രീൻ പീസ് പൊളിച്ചത് കഴുകി ഇടണം. അതിനുശേഷം ഒരു ക്യാരറ്റ് കുഞ്ഞായി അരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ് കുഞ്ഞായി അരിഞ്ഞത്, 1/2 കഷ്ണം ക്യാബേജ് കുഞ്ഞായി അരിഞ്ഞത്, ഇതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൻ്റെ മൂടി അടച്ച് സ്റ്റൗ കത്തിച്ച് വേഗം വെക്കുക. ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണേ. 3 വിസിൽ വന്നതിന് ശേഷം തണുത്ത പിന്നെ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു സ്മാഷർ ഉപയോഗിച്ച് നന്നായി സ്മാഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 സ്പൂണ് ഓയിലും 1 സ്പൂൺ ബട്ടറും ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. അത് പൊട്ടിയതിന് ശേഷം 2 ഉള്ളി ചോപ്പ് ചെയ്തതും 3 പച്ചമുളക് കുഞ്ഞായി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും ഇട്ട് അതിൻ്റെ ആ പച്ചക്കുത്തലൊക്കെ മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം. അതിന് ശേഷം കുറച്ച് കായം ചേർക്കണേ. കായവും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അതിന് ശേഷം ഇതിനാവശ്യമുള്ള പൊടികൾ ചേർക്കണം. മല്ലിപ്പൊടി 1/2 സ്പൂണ്, 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഇതും ചേർത്ത് നന്നായി അതിൻ്റെ പച്ചക്കുത്തൽ മാറുന്നവരെ വറുത്തെടുക്കുക. അതിനുശേഷം പാവ് ഭാജി മസാല, ഒരു 1/2 സ്പൂണ് പാവ് ഭാജി മസാല ചേർക്കണം. അതിനുശേഷം തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കണം. അതും ചേർത്ത് അതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം. കണ്ടോ, ഇതേപോലെ. അതിനുശേഷം സ്മാഷ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് ചേർക്കണം. അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാവ് ഭാജി കഴിച്ചവർക്കറിയാം, നല്ല കളറായിരിക്കും ഭാജിക്ക്. അപ്പം ഞാനിവിടെ കളറിന് വേണ്ടി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് ചേർക്കുന്നുണ്ട്. എന്താ ഭംഗിയല്ലേ. അപ്പം നല്ല ഹെൽത്തിയുമാണ്, കളറും കിട്ടും. അപ്പോൾ ഇങ്ങനെ ബീറ്റ്റൂട്ട് ജ്യൂസ് ചേർക്കാത്തവർ ഒന്ന് ചേർത്തുണ്ടാക്കി നോക്കൂ, സൂപ്പറാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിക്നെസ് കൂട്ടും കുറയ്ക്കുകയും ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ചായിരുന്നു ഇട്ട്, അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി നോക്കിയിട്ട് കുറവുണ്ട്, അങ്ങനെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി ഒരു 5-10 മിനിറ്റ് തിളപ്പിക്കുക. തിളപ്പിച്ച് കുറച്ച് കസൂരി മെത്തി ഇടണം. ഈ സമയത്ത് കസൂരി മെത്തി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മല്ലിയില ഇടാം. മല്ലിയില ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. തീർന്നില്ല കേട്ടോ, ഇനി ഒരു പണിയും കൂടിയുണ്ട്. കുറച്ച് ബട്ടറും കൂടി ഇടുക. ഇളക്കണ്ട, അറിയാണ്ട് ഇളക്കി പോയതാട്ടാ. അപ്പം ഭാജി റെഡി. ഇനിയിപ്പോൾ നമുക്ക് ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടി പാവ് എന്ന് പറയും, ഒരു സാൾട്ടഡ് ബണ്ണാണ്, അത് ചൂടാക്കി എടുക്കുക. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കുക. കുറച്ച് പാവ് ഭാജി മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതാണ് പാവ്. ഇത് നടുവേ പൊളന്ന് ആ മസാലയും മല്ലിയിലയും ബട്ടറും എല്ലാം അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഉരച്ചു കൊടുക്കുക. എല്ലാ ബന്നും ഇതേപോലെ 2ആയി പൊളന്ന് ഒരു സൈഡ് ചൂടായതിന് ശേഷം മറു സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. അതേപോലെ എല്ലാ ബണ്ണും മറിച്ചും തിരിച്ചും ഇട്ട് ചൂടാക്കി എടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുണ്ടേ, ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാവ് ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. ഈ പാവാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഭാജിയും കൂട്ടി കഴിക്കുന്നത്.
അപ്പോൾ കഴിക്കാൻ നേരത്തുണ്ടല്ലോ ഈ ബാജിയിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇടണേ, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ പാവ് ഭാജി റെഡി. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ.